Hey all, it's me Sriyari from Neat Malayali, നമ്മുടെ സ്വന്തം ചാനൽ. ഇന്ന് ഞാൻ അവിടെ വന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ റിഫോംസിനോ ഇതിലൊന്നും പറ്റി പറയാനില്ല. ഒരു ചാരിറ്റി പ്രവർത്തനത്തിനെ കുറിച്ച് പറയാനാണ്. നീറ്റ് മലയാളിയും ട്രോൾ ബ്രില്യൻ പാല എന്ന യൂട്യൂബ് ചാനലും പിന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 26 ബാച്ചായ കണ്ണൂർ കാവലിയേഴ്സും കൂടി നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ കുറിച്ച്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ക്യാമ്പയിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. അത് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നീറ്റ് മലയാളി പറഞ്ഞാൽ നോൺ പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഞങ്ങൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പെർ മന്ത് 250 എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയ റേറ്റ്, പെർ മന്ത് 250. ഈ റേറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ കോച്ചിങ്, ഇപ്പം ചാപ്റ്റേഴ്സ് ഒക്കെ തീരാറായി. റിവിഷൻ, നിങ്ങൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഞങ്ങൾ റിവിഷൻ എടുക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോ പേഴ്സണൽ മെന്ററിനെ തരും, പേഴ്സണൽ ട്യൂട്ടറിനെ തരും. ഹി ഓർ ഷീ വിൽ ഗൈഡ് യു. പിന്നെ എന്തൊക്കെയാ അതുപോലത്തെ ബാക്കി എല്ലാം അടങ്ങിയ ഇതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിൽ പോയാൽ കിട്ടും. പിന്നെ അത് ട്രോൾ ബ്രില്യൻ പാല പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. ബ്രില്യൻ സ്റ്റുഡൻസ് പറഞ്ഞാൽ അവരുടെ ബ്രില്യൻ മെമ്മറീസും പിന്നെ സാറുമാരുടെ ക്ലാസ്സിലെ തഗ് ലൈഫ് ഡയലോഗും മാസ് മൊമെന്റ്സും ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയ ചാനലാണ് ട്രോൾ ബ്രില്യൻ പാല. ബ്രില്യൻ ട്രോൾസ് കുറെ ചാനലുണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് ചാനലാണ് ട്രോൾ ബ്രില്യൻ പാല. ഇവരുടെ പല വീഡിയോസും സാറുമാരുടെ എല്ലാ മാസ് മൊമെന്റ്സും തഗ് ലൈഫ് ഡയലോഗും അതുപോലെ തന്നെ എടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ അതുപോലെ തന്നെ എടുത്തിട്ട് അവർ വീഡിയോ ആയിട്ട് നല്ല അതിമനോഹരമായ രീതിയിൽ അവരത് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ചാനലിൽ പോയി നോക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്തത് 26 ബാച്ച് ഓഫ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 26 ബാച്ചായ കണ്ണൂർ കാവലിയേഴ്സ് ബാച്ച് നെയിമാണ്. കണ്ണൂർ കാവലിയേഴ്സും കൂടി ഞങ്ങൾ ഈ 3 ആൾക്കാരും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ചാരിറ്റി പ്രവർത്തനം ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഘട്ടങ്ങളായിട്ട് നടത്താനാണ്. ഫസ്റ്റ് ഘട്ടം പറഞ്ഞാൽ ഓരോ കുട്ടിയിലും പാവപ്പെട്ട വിദ്യാർത്ഥികളാവാം, പാവപ്പെട്ട കുട്ടികൾ ട്രൈബ്സ്, അതുപോലെ പല ഉൾപ്രദേശ ഗ്രാമങ്ങളില് പൈസയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുന്ന കുട്ടികളായിക്കോട്ടെ, ഓർക്കൊക്കെ ഉള്ള എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളും ചെയ്യും. ഈ പ്രവർത്തനത്തിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും പിന്നെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ഒരു സദുദ്ദേശമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് ഒരു മാസത്തെ അവരുടെ നീഡ് പറഞ്ഞാൽ 1200 രൂപയാണ്. അപ്പൊ ഒരു വർഷം ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ 10,000 രൂപയുടെ മുകളിൽ വരും. അപ്പൊ 10,000 രൂപയുടെ മുകളിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാനാണ്. ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യുമ്പോഴത്തേക്കും 10,000 രൂപയുടെ മുകളിലോട്ട് വരും. ഒരു കുട്ടീന് ഒരു മാസം 1200 രൂപയാണ്. ആ കുട്ടീന്റെ എല്ലാ എഡ്യൂക്കേഷണൽ, ഡ്രസ്സ്, ഫുഡ്, ഈ എല്ലാ ചെലവുകളും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഒരു ദിവസം 1200 രൂപയാണെങ്കിൽ, ഒരു മാസം 1200 രൂപയാണെങ്കിൽ, ഒരു ദിവസം വരികയാണെങ്കിൽ ബൈ 30 ചെയ്യാം. എത്ര? 40 രൂപ ഒരു കുട്ടി ഒരു ദിവസം. ആ കുട്ടിക്ക് ഒരു ദിവസം. നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാർ ആലോചിച്ച് നോക്കൂ. ഫോൺ എന്ന് പറയുമ്പോ ഫോണ്, ഡ്രസ്സ് എന്ന് പറയുമ്പോ ഡ്രസ്സ്, ബുക്ക് എന്ന് പറയുമ്പോ ബുക്ക്. ഇതിപ്പം എനിക്കിന്ന് അൽഫാം വേണം, എനിക്കിന്ന് ചിക്കൻ ബിരിയാണി വേണം, ഇതൊക്കെ പറയുമ്പോ അത് നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒരു 10 നിമിഷത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനത്തെ ഇതിനൊന്നും സാധിക്കാത്ത ചിലപ്പം ഓർഫൻസ് ആവാം, അവർക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാവാം. അങ്ങനത്തെയുള്ള കുട്ടികളുടെ ഒക്കെ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്നും എടുക്കും, നിങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങള് ഡൊണേഷൻ എക്സ്പെക്ട് ചെയ്യും. ഡൊണേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ 1 രൂപ വരെ അതിന്റെ വാല്യൂ ഉണ്ട്. നിങ്ങൾ 1 രൂപ തരികയാണെങ്കിൽ ആ 1 രൂപ ഞങ്ങൾ സ്വീകരിക്കും. ആ 1 രൂപ നിങ്ങൾക്കും ഇതുപോലെ അവസ്ഥയാണ്. നിങ്ങൾക്ക് 1 രൂപ തന്നൂടെ? വെറും 1 രൂപ, അത് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് തരാം. 1 രൂപ, വെറും 1 രൂപ. അത് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാ കൊടുക്കേണ്ട ലിങ്ക് താഴത്തെ റേസർ പേ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്ക് പ്രസ് ചെയ്യാം. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, പിൻകോഡ്, സിറ്റി നെയിം എല്ലാം കൊടുക്കുക. അതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് പേ ചെയ്യുക. 1 രൂപയാണെങ്കിൽ 1 രൂപ, 1000 രൂപയാണെങ്കിൽ 1000 രൂപ, 100 രൂപയാണ് 100 രൂപ, 10 രൂപയാണ് 10 രൂപ. ഓരോ രൂപയ്ക്കും അതിന്റേതായ വിലയുണ്ട്. 40 രൂപ, നിങ്ങൾക്ക് ഒരു കുട്ടീന്റെ ഒരു ദിവസത്തെ ചെലവ് കൊടുക്കണമെങ്കിൽ 40 രൂപ തന്നാൽ മതി. 40 രൂപയ്ക്ക് ഒരു കുട്ടിയുടെ ആ ദിവസത്തുള്ള ആഹാരം, വസ്ത്രം, വെള്ളം, പഠിത്തം, വെളിച്ചം, ഇതിനൊക്കെ നിങ്ങൾ സഹായിക്കുന്ന അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്നും.
എന്നും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്ത് ഇത് ഞങ്ങളെ പേരിലല്ല നടത്തുന്നത്. ഇത് നമ്മളെല്ലാരും കൂടി നമ്മളൊരു കൂട്ടായ്മയാണ് നടത്തുന്നത്. ഇത് ഞങ്ങൾ ഈ മൂന്നാൾക്കാർ മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മ, എല്ലാ മനുഷ്യന്മാരുടെ കൂട്ടായ്മയാണ് ഇത് നടത്തുന്നത്. ഞങ്ങൾ ഇതിനൊരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി ഞാനൊരു ചാനലിൽ ഒരു വീഡിയോയും കൂടി ആയിട്ടും ഇപ്പം ആദ്യത്തെ ഘട്ടങ്ങളായി ഞങ്ങൾ SOS ഗ്രൂപ്പ്സ് എന്ന ഗ്രൂപ്പിനെ സഹായിക്കുന്നുണ്ട്. SOS ഗ്രൂപ്പ് ആയിട്ട് ഇത് ബന്ധമില്ല. ഞങ്ങൾ SOS ഗ്രൂപ്പിന്റെ അവരുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അവരുടെ സൈറ്റിലെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നോക്കാം എങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം, ഒരു ദിവസത്തെ ചെലവ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാം. എല്ലാം ആ സൈറ്റിൽ കയറിയാൽ നോക്കാം. അപ്പം ഇതിലായിട്ട് ഇവർക്ക് ആണ് ഈ ആദ്യത്തെ ഘട്ടം പൈസ കൈമാറാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളാൽ കഴിയുന്നത് എന്തും, 1 രൂപയായാലും ആ 1 രൂപയ്ക്ക് അതിന്റെ വാല്യൂ ഉണ്ട്. നിങ്ങളാൽ കഴിയുന്നത് എന്തും തന്ന് ഞങ്ങളെ സഹായിക്കുക. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങള് ഫണ്ട് നൽകുന്നതാണ്. ഇപ്പൊ നീറ്റ് മലയാളി ആയാലും കണ്ണൂർ 26th ബാച്ച് ആയാലും ട്രോൾ ബ്രില്യന്റ് ആയാലും എല്ലാവരും അവരുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് നൽകുന്നതാവും. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ കോളേജ് മൊത്തം ഒരു ക്യാമ്പയിൻ നടത്തി കോളേജിന്റെ കയ്യിൽ നിന്നും മേടിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കോളേജ് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള കോളേജാണ്. എല്ലാ സീനിയേഴ്സും ഒക്കെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു യൂണിയനുമാണ്. അതുപോലെ എല്ലാ കോളേജും, കോഴിക്കോടായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും ട്രിവാൻഡ്രമായാലും ആലപ്പുഴയായാലും കൊല്ലമായാലും എറണാകുളമായാലും പാലക്കാടായാലും ഏത് കോളേജായാലും ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ട് ജൂബിലി ആയാലും അമലയായാലും KMCT ആയാലും MES ആയാലും അസീസി ആയാലും ഏതായാലും പറയുന്നതിന് വിട്ടിട്ട് ക്ഷമിക്കുക, ഏത് കോളേജാണെങ്കിലും അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായഹസ്തം ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾക്കല്ല, ആ കുട്ടികൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഘട്ടം, അതായത് ചാപ്റ്റർ 1. ഇതാണ് ഞങ്ങളുടെ ചാപ്റ്റർ 1. KG4 ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ആയിട്ട് നമുക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ 1 ആയിട്ട് ഞങ്ങൾ ഇതാണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, സഹായഹസ്തം തന്നെ പറയാം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ എ ചൈൽഡ്. 1 ഡേ 40 രൂപയാണ്, ഒരു മാസം 1200 രൂപയാണ്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നൽകുക. പേയ്മെന്റ് ലിങ്ക് താഴത്തുണ്ടാവും. ആൻഡ് താങ്ക് യു ആൾ.